ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ എന്റെ ബാക്ക്ഗ്രൗണ്ട് ഡിഫറെന്റ് ആണ്. യൂഷ്വലി ഞാൻ കിച്ചണിൽ നിന്ന് വ്ളോഗ് ചെയ്യാറില്ല. അപ്പൊ ഇന്ന് ഞാൻ കിച്ചണിൽ നിന്ന് വ്ളോഗ് ചെയ്യാൻ കാരണം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു കുക്കിംഗ് വ്ളോഗാണ് ഞാൻ ചെയ്യുന്നത്. ഇന്ന് ഞാൻ വിചാരിച്ചു ഞാൻ ലഞ്ചിന് ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാമെന്ന്. അത് ഞാൻ യൂട്യൂബ് നോക്കിയിട്ടും വേറെ ആരുടെ റെസിപ്പി നോക്കിയിട്ടും ഫോളോ ചെയ്യുന്ന ഒരു റെസിപ്പി അല്ല, എന്റെ ഓൺ റെസിപ്പിയാണ്. എനിക്കിപ്പോ തോന്നുകയാണ് ഇന്ന സാധനം ഇടണം എന്ന് തോന്നി ഞാനപ്പോ അത് അങ്ങനത്തെ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല. ഉച്ചയ്ക്ക് ചോറിന് ലഞ്ചിന് കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. ആൻഡ് കുറെ ആയി ഞാൻ ലോങ് വീഡിയോ ചെയ്യണം എന്ന് വിചാരിക്കാറുണ്ട്, പക്ഷെ എനിക്ക് അങ്ങോട്ട് പറ്റുന്നില്ല കേട്ടോ. എനിക്ക് സമയം കിട്ടുന്നില്ല. വിച്ചോട്ടിനെ അവളെ സ്കൂളിൽ കൊണ്ടുപോകാനും പിക്ക് ചെയ്യലും എല്ലാം കൂടി ആയിട്ട് എനിക്ക് കുറച്ച് തിരക്കാണ്. അപ്പൊ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ വേറെ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് കുക്ക് ചെയ്യുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോ വലിച്ചു നീട്ടാണ്ട് നമുക്ക് വേഗം കുക്ക് ചെയ്യാം. സോ എന്റെ കിച്ചൺ കണ്ടിട്ടൊന്നും വിചാരിക്കരുത്, ചെറിയ കിച്ചൺ ആണ്, വലിയ സ്പേസ് ഒന്നും ഇല്ല. ഒരാൾക്ക് നിൽക്കാനുള്ള സ്പേസ് കിച്ചണിലുള്ളൂ. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടും സ്ഥല പരിമിതികളും ക്ഷമിച്ച് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പം ആദ്യം തന്നെ നമുക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളകും കുറച്ച് ജീരകവും ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ടാണ് കുരുമുളകും പച്ചമുളകും ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ആഡ് ചെയ്യാം. അതിൻ്റെ കൂടെ ചെറിയൊരു ഉള്ളിയും കൂടി ഞാൻ ഈ പേസ്റ്റിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് നന്നായിട്ട് അരച്ച് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ഉള്ളി എടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ഏത് കണ്ണാ? ഈ ഒരു ലെവലിലാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. വലിയ ഉള്ളി ആയതുകൊണ്ട് ഒറ്റയൊന്നേ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് ഗാർലിക് നമുക്ക് ഇതേമാതിരി തന്നെ തോലൊക്കെ കളഞ്ഞ് നല്ല പൊടിയായിട്ട് നമുക്ക് അരിഞ്ഞു വെക്കാം. അപ്പൊ ഞാൻ ഓൾറെഡി നമ്മുടെ ഉള്ളി വെളുത്തുള്ളി ഒക്കെ നന്നാക്കി വെച്ചിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും കുക്ക് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഞാൻ നമ്മുടെ പാൻ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് വെളിച്ചെണ്ണയാണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് നമ്മളുടെ വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ വെളുത്തുള്ളി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ട് നമ്മൾ ഗ്രീൻ പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓണിയൻസ് ഇട്ട് കൊടുക്കാം. ഇത് ഇങ്ങനെയല്ല ചെയ്യേണ്ടതെന്നൊന്നും ആരും പറഞ്ഞു വരരുത്. കാരണം ഇത് ഞാൻ നേരത്തെ ഡിസ്ക്ലെയിമർ പറഞ്ഞ മാതിരി ഇതെന്റെ ഓൺ റെസിപ്പിയാണ്. ഇത് ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഇതിന് പ്രത്യേകിച്ച് പേരോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഇതൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടി നമുക്കൊന്ന് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളെ മസാലാസ് ഇട്ട് കൊടുക്കാം. ആദ്യം നമുക്ക് ടേമറിക് പൗഡർ ഇട്ട് കൊടുക്കാം. മഞ്ഞപ്പൊടി ഇട്ട് നമുക്ക് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. നമ്മൾ നേരത്തെ അരച്ച ഗ്രീൻ പേസ്റ്റില് പെപ്പർ ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ കുരുമുളക് പൊടി വേറെ ഇടുന്നില്ല. ഇനി നമുക്ക് കുറച്ച് കാശ്മീരി ചില്ലി ഇട്ട് കൊടുക്കാം. ഞാൻ എരിവൊന്നും ഒരുപാട് ഇടുന്നില്ല കേട്ടോ. കാരണം പച്ചമുളകും പെപ്പറും എല്ലാം ഇട്ടതുകൊണ്ട് തന്നെ ഒരുപാട് സ്പൈസി ആയി ഇഷ്ടം കഴിക്കാത്തതുകൊണ്ട് ഞാൻ അതിന് ഒരുപാട് സ്പൈസി ആക്കുന്നില്ല. ഇനി ഇത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇതൊക്കെ എന്റെ ഒരു പേഴ്സണൽ ഒരു കണക്കനുസരിച്ചിട്ടാട്ടോ. ഞാൻ ഇതിൽ ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെയുള്ള പ്രത്യേകിച്ച് കണക്കൊന്നും ഞാൻ വെക്കുന്നില്ല. ഞാൻ എല്ലാം എന്റേതായ ഒരു കണക്കിലൊന്ന് എടുത്തിടുന്നേ ഉള്ളൂ.
ഇനി ഇതിലേക്ക് കുറച്ച് ഗരം മസാലയും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതെല്ലാം നമ്മളുടെ പേഴ്സണൽ ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഞാൻ ആഡ് ചെയ്യുന്നത്. കാരണം ഇതിനകത്ത് ഇടുന്ന മസാലാസ് എല്ലാം എൻ്റെ ഫ്ലേവർ അനുസരിച്ചിട്ട്, എൻ്റെ ടേസ്റ്റ് അനുസരിച്ച് ഇതിൽ ഇത്ര ടീസ്പൂൺ ഇത്ര ടേബിൾ സ്പൂൺ അങ്ങനെയുള്ള കണക്കൊന്നും ഞാൻ വെച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് ഞാൻ 2 തക്കാളി, വലിയ വലുതും അല്ല എന്നാൽ ഭയങ്കര ചെറുതും അല്ലാത്തൊരു മീഡിയം സൈസ് 2 തക്കാളി എടുത്ത് ഞാൻ നല്ല പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അതും വിച്ചുട്ടന് തക്കാളി കടിക്കുന്നത് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ പേസ്റ്റ് ആക്കിയതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ഞാൻ വലിയ കഷ്ണങ്ങളുള്ളതിനെയൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് ചെറുതാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇവ നമ്മളിത് അടച്ച് വെച്ച് നമുക്കൊരു 5-10 മിനിറ്റിന്റെ അടുത്ത് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. അതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് എരിവൊക്കെ സെറ്റിൽ ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനതിൽ തൈര് ആഡ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു നുള്ളു പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെച്ചിട്ട് മല്ലീൻ്റെ ഇലയൊന്നും ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അതൊന്നും കടിച്ചാൽ കഴിക്കാത്തതുകൊണ്ടാണ് ഞാൻ മറ്റേ ഗ്രീൻ പേസ്റ്റിനകത്ത് മല്ലിയിലേക്ക് ആഡ് ചെയ്തിട്ടുള്ളത് കൊണ്ടും ഞാനിപ്പോൾ ലാസ്റ്റ് അതൊന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ഞാൻ ഇങ്ങനെ തന്നെയാണ് കറി വെക്കുന്നത്. ഇതിലേക്ക് ഇനിയിപ്പോൾ ഞാൻ എക്സ്ട്രാ കറിവേപ്പിലയോ മല്ലിയിലയോ ഒന്നും എക്സ്ട്രാ ആഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ കറി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഓൾമോസ്റ്റ് അല്ല, കറി കംപ്ലീറ്റ് റെഡി ആയി. ഞാനിനി സ്റ്റവ് ഓഫ് ചെയ്ത് വെക്കാൻ പോവാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ കറി. ഭയങ്കര സിമ്പിളാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ. എനിക്കിഷ്ടമാണ്, വെച്ചിട്ടും ഇഷ്ടമാണ്, അനുപേട്ടനും ഇഷ്ടമാണ്. സോ അതുകൊണ്ടാണ് ഞാനത് നിങ്ങൾക്ക് ഷെയർ ചെയ്തത്. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.